അപ്പോ നീ എന്താ നേരത്തെ വന്നത്? എന്താ പറ്റിയേ? മാറമ്മേ, വന്ന് കയറി ഉടനെ തന്നെ 1000 ചോദ്യങ്ങൾ ചോദിച്ചോ. എന്റെ ലൈഫ് പാർട്ണറെ സെലക്ട് ചെയ്യാൻ മുത്തശ്ശൻ ആരാ, അല്ല അമ്മ ആരാ? നിനക്ക് ഇഷ്ടമുള്ളത് കൊണ്ട് ഞാൻ നെയ്ച്ചോറ് ഉണ്ടാക്കിക്കൊണ്ട് വന്നിരിക്കുക. എനിക്കൊന്നും വേണ്ട അമ്മേ, പ്ലീസ്. നീ വേണ്ടെന്ന് പറഞ്ഞാ എനിക്ക് എങ്ങനെ വിട്ടുകളയാൻ പറ്റുമോ? എനിക്ക് എങ്ങനെ കഴിക്കാൻ പറ്റും? ഞാൻ എത്ര തവണ അമ്മയെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്, വഴക്ക് പറഞ്ഞിട്ടുണ്ട്. അതൊന്നും മനസ്സിൽ വെക്കാതെ എല്ലാ കഷ്ടങ്ങളിലും അമ്മ എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നില്ലേ? അങ്ങനെയുള്ള എൻ്റെ അമ്മയോട് ഇങ്ങനെ ചെയ്യുന്നതിൽ എനിക്ക് നല്ല വിഷമമുണ്ട്. അമ്മ അറിയാതെ ഞാൻ ഈ തീരുമാനം എടുത്തിരിക്കുന്നത്. എൻ്റെ അമ്മയല്ലേ, എന്നോട് ക്ഷമിക്കുന്ന എനിക്ക് നല്ല വിശ്വാസമുണ്ട്. എൻ്റെ വിശ്വാസം ഒരിക്കലും എന്നെ ചതിക്കില്ല. സോറി അമ്മേ, ഐ ആം എക്സ്ട്രീംലി സോറി. അപ്പു, 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 എന്താ ഇന്ന് നേരത്തെ എഴുന്നേറ്റിട്ടുണ്ടല്ലോ? ഓഹോ, ഇന്ന് ബോസിന്റെ കൂടെ മീറ്റിംഗ് ആയിരിക്കും അല്ലേ? അപ്പു, 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 ഇവനെവിടെ പോയി? അമ്മാവ, അമ്മാവൻ അപ്പുവിനെ കണ്ടായിരുന്നോ? അവിടെ എവിടെയെങ്കിലും ചുരുണ്ട് കിടക്കുന്നുണ്ടാവും, ചെന്ന് നോക്ക്. ഇല്ല അമ്മാവ, ഞാൻ അവിടെ എല്ലാം നോക്കി, അവിടെ ഒന്നും കണ്ടില്ല. അയ്യയ്യോ, അതെന്താ എഴഞ്ഞു നടക്കുന്ന കുഞ്ഞിനെ അന്വേഷിക്കുന്നത് പോലെ നീ ഇങ്ങനെ നടക്കുന്നത്? മൂക്കില് പല്ല് മുളച്ചവനാവാൻ എവിടെയെങ്കിലും പോയതായിരിക്കും, തിരിച്ചു വരും. ഇല്ല അമ്മാവ, അവൻ എന്നോട് പറയാതെ ഒരിടത്തും പോവില്ല. അങ്ങനെയാണോ? എന്റെ നിന്റെ ഉത്തരവില്ലാതെ നിന്റെ മകൻ യാതൊന്നും ചെയ്യില്ല. ഞാൻ ഇന്നലെയും കണ്ടതല്ലേ. ആ ഉറക്കം തൂങ്ങയുടെ കാര്യം വിട്ടിട്ട് ഈ വയസ്സായ എന്റെ വയറിന് വേണ്ട കാര്യങ്ങൾ നോക്ക്. ഒന്നും പറയാതെ ഇവൻ എങ്ങോട്ടാ പോയത്? ഈ കപ്പ ആരെടുക്കും? ഞാൻ തന്നെ അകത്തോട്ട് വെക്കണോ? ഇല്ല അമ്മാവ, ഞാൻ തന്നെ എടുത്തോണ്ട് പോവാം. ആഹാ. ഓ വെൽക്കം, വരണം വരണം. സിദ്ധാർത്ഥ്, എവിടെ നിന്റെ അമ്മ? വീട്ടിലുള്ളവരും ഒക്കെ മണ്ഡപത്തിലാണോ ഉള്ളത്? അത് അങ്ങേക്ക് അറിയാലോ ഗുരുവേ, ഒറ്റ ദിവസം കൊണ്ട് ഫിക്സ് ചെയ്ത കല്യാണല്ലേ. പെട്ടെന്ന് അമ്മ എന്തോ എടുക്കാൻ മറന്നുപോയി. അത് വാങ്ങിക്കാൻ വേണ്ടി മുത്തച്ഛനോട് പോയിരിക്കാ. ഇത്രയും നേരം ഇവിടെ ഉണ്ടായിരുന്നു അല്ലടാ? അതെ അതെ അതെ. അമ്മ അങ്ങനെ ചെയ്യില്ലല്ലോ. ഇവിടെ നിൽക്കണമെന്നായിരിക്കും ആഗ്രഹിച്ചത്. നീ എന്തെങ്കിലും പണി ഒപ്പിച്ച് കാണും. അത് ബോസ്, ആദ്യം മഞ്ഞൾ ചടങ്ങുകൾ ആരംഭിക്കട്ടെ, അതിനുള്ളിൽ അമ്മ എത്തിക്കോളും. ഏയ്, അമ്മയില്ലാതെ എങ്ങനെയാ നടത്തുക? ശരിയാ, വരന്റെ വീട്ടിൽ നിന്ന് മുതിർന്ന ആരെങ്കിലും ഇല്ലാതെ ചടങ്ങുകൾ നടത്താൻ കഴിയില്ല. പ്ലീസ് എന്റെ സിറ്റുവേഷൻ ഒന്ന് മനസ്സിലാക്ക്. ചടങ്ങുകൾ ആരംഭിക്കുമ്പോഴേക്കും അമ്മയും മുത്തച്ഛനും എത്തിക്കോളും. വരുന്നു വരുന്നു കുറെ നേരമായിട്ട് പറഞ്ഞോണ്ടിരിക്കുക. ഇനി എപ്പോ വരാനാ? ഞാൻ നിന്നെ 3 വർഷമായി കണ്ടോണ്ടിരിക്കുക. നീ എപ്പോഴൊക്കെ സത്യം പറയും, എപ്പോഴൊക്കെ കള്ളം പറയുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. സത്യം പറ, അമ്മയ്ക്ക് കല്യാണക്കാര്യം അറിയോ?
അച്ഛാ വരൂ നമുക്ക് വീട്ടിലേക്ക് പോവാം. നീ എന്താ പറയുന്ന ബോസ്? നിന്റെ ബുദ്ധിക്ക് സ്ഥിരതയില്ലേ? കല്യാണം രണ്ടുപേരുടെ മാത്രം തീരുമാനമല്ല. അതിൽ രണ്ട് കുടുംബങ്ങളുടെ സ്വപ്നങ്ങളുണ്ട്, ആഗ്രഹങ്ങളുണ്ട്. ആ സ്വപ്നങ്ങളെ തകർക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അമ്മ വരാത്ത ഈ കല്യാണം എനിക്ക് വേണ്ട. സോറി സിദ്ധാർത്ഥ്. അമ്മേ, ശ്രീ, ചടങ്ങിനിടയിൽ ഇങ്ങനെ എഴുന്നേറ്റ് പോകുന്ന അപശകനുവാ. ഇരിക്കെ. നീ എന്നോട് കള്ളം പറഞ്ഞതാണല്ലേ സിദ്ധാർത്ഥ്? അപ്പോഴേ നിനക്ക് എന്നോട് പറയായിരുന്നില്ലേ അമ്മയെ പറ്റി പറഞ്ഞതല്ല സത്യമാണെന്ന്? ഏതായാലും നമുക്ക് മഞ്ഞൾ തേക്കുന്ന ചടങ്ങ് തുടങ്ങിയാലോ? ഈ അഗ്നിയെ സാക്ഷിയാക്കി ഞാൻ പറയുക, എന്റെ പേരക്കുട്ടിയുടെ കല്യാണം എന്റെ ആഗ്രഹപ്രകാരം തന്നെ നടക്കണം. നമ്മുടെ സിദ്ധാർത്ഥ ഒരു പെണ്ണിനെ സ്നേഹിക്കുന്നുണ്ട്. നല്ല മനസ്സോടുകൂടി ഈ കല്യാണത്തിന് സമ്മതിച്ച നമ്മുടെ അപ്പുവിന്റെ ജീവിതം നന്നായിരിക്കും. കല്യാണം വേഗം നടത്താനുള്ള ഏർപ്പാടൊക്കെ ചെയ്തു. എന്നാൽ അതിനു മുമ്പ് എന്റെ ശവം എടുക്കാൻ നിങ്ങൾ തയ്യാറായിക്കൊള്ളൂ.
അമ്മ എങ്ങനെയാ ഇതറിഞ്ഞത്? ഹലോ ചേട്ടാ, പറഞ്ഞോളൂ. സിദ്ധാർത്ഥാണെങ്കിൽ നിങ്ങൾക്ക് പോലും അറിയാതെ കല്യാണ ഏർപ്പാടുകളൊക്കെ ചെയ്ത വിവരം എനിക്കായാലും എൻ്റെ മകൾ ശ്രീക്കായാലും അറിയില്ലായിരുന്നു. ഇപ്പോഴാ ഞങ്ങൾ തന്നെ അറിയുന്നത്. അതുകൊണ്ടാ സംശയം തോന്നി നിങ്ങൾക്ക് ഫോൺ ചെയ്യാമെന്ന് കരുതിയത്. ചേട്ടൻ എന്തൊക്കെയാ പറയുന്നേ? എന്റെ സിദ്ധാർത്ഥ് ദയവ് ചെയ്ത് നിങ്ങൾ വരണം. നിങ്ങളില്ലാതെ ഈ കല്യാണം നടക്കില്ല. മകന്റെ കല്യാണത്തിന് പെറ്റമ്മയെ ക്ഷണിക്കുന്നത് ആരോ ഒരാളാണ്. അത്രയ്ക്ക് നിനക്കെന്നെ വേണ്ടാതായോ അപ്പോ? മകള് നഷ്ടപ്പെടുത്തിയ കുടുംബമാനത്തെ മകന്റെ കല്യാണം നന്നായി നടത്തി അത് വീണ്ടെടുക്കാന്ന് ഞാൻ കരുതിയപ്പോ നീയോ അവളെപ്പോലെ ചെയ്തു കളഞ്ഞല്ലോ അപ്പോ. ഐ എം റിയലി സോറി അമ്മേ. എനിക്ക് വേറെ വഴിയൊന്നും ഇല്ലായിരുന്നു. എല്ലാം ശരിയായി വന്നപ്പോൾ മുത്തശ്ശൻ എന്താ ചെയ്തതെന്ന് അമ്മയ്ക്ക് തന്നെ അറിയാവുന്നതല്ലേ? മുതിർന്നവർക്ക് കുറച്ച് പിടിവാശികളൊക്കെ ഉണ്ടാവും. എന്നാൽ അത് നിന്റെ ദോഷത്തിന് വേണ്ടിയല്ല. ഇന്നലെ അദ്ദേഹം സമ്മതിച്ചിട്ടുണ്ടാവില്ല. പക്ഷെ കുറച്ചു നാളൊന്ന് കാത്തിരുന്നാൽ സമ്മതിക്കുമായിരുന്നു. അല്ലെങ്കിൽ ഞാൻ സമ്മതിപ്പിക്കും. അമ്മയെ കൊണ്ടതിന് കഴിയില്ല. മുത്തശ്ശൻ വരച്ച വര അമ്മ ഒരിക്കലും കടക്കില്ല. അമ്മയെ വിശ്വസിച്ച് എന്റെ ജീവിതം നശിപ്പിക്കാൻ ഞാൻ ഒരിക്കലും തയ്യാറല്ല. നീ എന്നോട് ഈ കാര്യം പറയാതിരുന്നതിൽ ഒരു കുഴപ്പമില്ല അപ്പു. പക്ഷെ മുത്തശ്ശനോട് പറയാതിരിക്കുന്നത് വലിയ തെറ്റാ. വലിയ അഭിമാനത്തോടെ ജീവിക്കുന്ന ആളാ അദ്ദേഹം. ഈ പ്രായത്തിൽ ഇത്രയും വിഷമം കൊടുക്കരുത്. സത്യം അറിഞ്ഞു കഴിഞ്ഞാൽ മുത്തശ്ശൻ സമ്മതിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഞാൻ ആരെയാണ് കല്യാണം കഴിക്കേണ്ടത് മുത്തശ്ശൻ തീരുമാനിക്കുന്നല്ലേ പറയുന്നേ? നിന്റെ അനിയത്തി എങ്ങനെയുള്ള കുടുംബത്തിലാണ് ചേർന്നതെന്ന് അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാം. നിന്റെ ജീവിതവും അങ്ങനെ ആവരുതെന്നുള്ള ആഗ്രഹം കൊണ്ടാ അങ്ങനെയുള്ള മുത്തശ്ശനെ അറിയിക്കാതെ കല്യാണം നടത്തുന്നത് ശരിയെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? നീ വിളിച്ചാലും ഇല്ലെങ്കിലും ഞാൻ അദ്ദേഹത്തെ വിളിക്കും. അദ്ദേഹം ഇല്ലാതെ നീ കല്യാണം നടത്തുന്നത് എനിക്കിഷ്ടമല്ല. അമ്മേ പ്ലീസ്, വെറുതെ മുത്തശ്ശനോട് ഇതെല്ലാം പറഞ്ഞ് എന്റെ വിവാഹം മുടക്കരുത്. എപ്പോഴും അമ്മ ഇങ്ങനെ മുത്തശ്ശന്റെ കാര്യത്തിൽ ഇമോഷണൽ ആവരുത്. അല്പം പ്രാക്ടിക്കലായിട്ട് കൂടി ചിന്തിക്കേ. നിന്റെ മുത്തശ്ശൻ അറിയാതെ ഈ കല്യാണം നടത്താൻ ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല അപ്പോ. അതിന്റെ ഒപ്പം നിന്റെ സ്വപ്നവും ഞാൻ നിറവേറ്റിയിരിക്കും. എന്റെ ഭക്ഷണവും കഴിച്ച് എന്റെ കള്ളും കുടിച്ച് എന്റെ ലവറിനെ ലൈനടിക്കുന്നോ? അമ്മേ, എന്താ പൊന്നു? അമ്മയ്ക്ക് എന്താ ഒരു ടെൻഷൻ? ആ, ടെൻഷനോ? ഇല്ല മോളെ. പിന്നെന്താ അമ്മ മാറി നിൽക്കുന്നേ? കല്യാണം കഴിയുന്നവരെ അമ്മ എന്റെ അടുത്ത് തന്നെ വേണം. അമ്മേ, ഈ വളയിടൽ ചടങ്ങൊക്കെ എന്തിനു വേണ്ടിയാ ചെയ്യുന്നേ? നമ്മൾ നടത്തുന്ന ഓരോ ചടങ്ങിനും അതിൻ്റെതായ അർത്ഥമുണ്ട് പൊന്നു. ഇതിനർത്ഥം നമ്മളെപ്പോഴും സുരക്ഷിതരായിരിക്കും. മോൾ ഏത് വീട്ടിലാണോ കാലുവെക്കുന്നത് അവിടെ സുഖവും സന്തോഷത്തോടെ ജീവിക്കാനാ ഈ ചടങ്ങ് നടത്തുന്നത്. ഓ, ആ പൊന്നു, ഒരു മിനിറ്റ്, ഞാൻ ഇപ്പൊ വരാം. എന്ത് പറ്റി സാറേ?
കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ 2 ചാക്ക് കിട്ടി. ഇതിപ്പോ നോക്കിയപ്പോ 1/2 ചാക്ക് പോലും വരുമെന്ന് തോന്നുന്നില്ലല്ലോ. ഇങ്ങനെ പോയാൽ എങ്ങനെയാ? എന്ത് ചെയ്യാനാ സാറേ, തേങ്ങയുടെ വിലയൊക്കെ കൂടിയിരിക്കല്ലേ. ഭക്തരാണെങ്കിൽ വെറും കൈയോടെയാ വരുന്നേ. ശരി, നിങ്ങൾ പറയുന്നു, ഞാൻ കേൾക്കുന്നു. ഭക്തന്മാരെല്ലാം വളരെ ബുദ്ധിമാന്മാരായിരിക്കുന്നു. ഞങ്ങൾക്ക് കിട്ടിയെങ്കിലല്ലേ ആൾക്കാർക്ക് കൊടുക്കാൻ പറ്റൂ. എന്താ ശരിയല്ലേ? പിടി. എന്താ ഇത്രയും കുറച്ച് തരുന്നേ? ഇങ്ങോട്ട് നോക്ക്. ഇതെല്ലാം കൂടി ഇവിടുന്ന് എടുത്തോണ്ട് പോകാൻ ഓട്ടോ വേണ്ടേ? ഓട്ടോയിൽ കൊണ്ടുപോയി വെയിലുള്ള സ്ഥലം കണ്ടെത്തണം. ഈ തേങ്ങയെല്ലാം ഉടച്ചേ പറ്റൂ. തേങ്ങയെല്ലാം ഉടച്ച് ചിരട്ട വേറെ തേങ്ങ വേറെ ആക്കി മാറ്റണം. അത്രയും ജോലിയുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് അറിഞ്ഞൂടെ? ഇത് എന്നെ കൂടുതലാ. ഇപ്പൊ ഇത് വെച്ചോ, പിന്നെ നമുക്ക് കാണാം. എന്താ സാറേ ഇത്? ഇത്രയും വലിയൊരു പിശുക്കൻ ഈ ലോകത്ത് ഒന്നേ കാണും. എന്താമേ ഇടയ്ക്കിടയ്ക്ക് ഇത് എവിടെയാ പോകുന്നേ? അത് കുറച്ച് ജോലി ഉണ്ടായിരുന്നു മോളെ. ഗൗരി പൂജ കഴിഞ്ഞോ പൊന്നു? ഈ ഗൗരി പൂജ എന്തിനാ ചെയ്യുന്നറിയോ? ഗൗരി എന്ന് പറഞ്ഞ ശക്തിയുടെ അടയാളോ. ജീവിതത്തിൽ ഒരു പുതിയ വഴി തിരഞ്ഞെടുക്കുമ്പോ എല്ലാം താങ്ങാൻ ഒരു ശക്തി തരണേന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അതോടൊപ്പം ജീവിതകാലം മുഴുവൻ താഴ്മയോടെ ഇരിക്കാനും അതിനു വേണ്ട എല്ലാ അനുഗ്രഹങ്ങളും കിട്ടാനും വേണ്ടിയാ ഈ ഗൗരി പൂജ നടത്തുന്നേ. അമ്മ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി വെച്ചിട്ടുണ്ടല്ലോ, അതെങ്ങനെയാ? വെറുതെ എന്നെ പുകഴ്ത്തുന്നൊക്കെ മതി. ദാ ഈ സാരി എടുത്ത് മണ്ഡപത്തി വരാൻ നോക്ക്. ദാ വായിക്കേ.
എടാ ഉത്തമ, അത് സിദ്ധാർത്ഥല്ലേ? ആ ശരിയാ.